السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. പ്രിയപ്പെട്ട കുട്ടികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ പരലോകത്ത് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ദീർഘമായ എന്നാൽ വളരെ മനോഹരമായ ഒരു ക്ലാസ് കഴിഞ്ഞാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നത്. അതിൻ്റെ ക്ഷീണമൊക്കെ നിങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് എണീറ്റിക്കോ, സീറ്റിൽ നിന്ന് ഒന്നെണീറ്റ്. ഐ, എന്തൊരു മനോഹരമായ കാഴ്ചകൾ. മാഷാ അല്ലാഹ്, ഉഷാറായല്ലോ അല്ലേ? കയ്യൊക്കെ ഒന്ന് ഉയർത്തിയൊന്ന് ഉഷാറായി. ഓക്കെ, ഞാൻ സംസാരിക്കുന്നൊരു 30 മിനിറ്റാണ്. ആ 30 മിനിറ്റുകൾ ഞാൻ നിങ്ങളോട് സങ്കടം പറയണേ. ആ സങ്കടങ്ങൾ കേൾക്കണം കേട്ടോ. ഞാൻ രാവിലെ 6:30 മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇന്ന് 2 കാരണത്താൽ. ഓണവുമായി ബന്ധപ്പെട്ട അവധിയുണ്ട്, നബിദിനവുമായി ബന്ധപ്പെട്ട അവധിയുണ്ട്, വാഹനങ്ങളുടെ വലിയ കുറവുണ്ട്. കയറി 4-5 ബസ് കയറിയിട്ടാണ് ഞാനിവിടെ എത്തിയത്. ഞാൻ സഞ്ചരിച്ച ദൂരം ഏകദേശം 130 കിലോമീറ്ററാണ്. ഇനി 130 കിലോമീറ്റർ അങ്ങോട്ടും ഇതേപോലെ സഞ്ചരിക്കണം. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കിട്ടിയ സമയം 40 മിനിറ്റാണ്. അതിൽ 5 മിനിറ്റ് കഴിഞ്ഞ്. ഈ 35 മിനിറ്റ് സംസാരിക്കാനാണ് 130 260 കിലോമീറ്റർ സഞ്ചരിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയത്. നിങ്ങളെന്നെ സങ്കടപ്പെടുത്തരുത് കേട്ടോ. ശരിക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പം നമ്മളിതുവരെ കേട്ടത് ബാപ്പാനെയും ഉമ്മാനെയും കുറിച്ചല്ലേ? എനിക്കതിങ്ങനെ കേട്ടപ്പോൾ തോന്നണേ, ഞാനിങ്ങനെ രാത്രി എൻ്റെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ മിക്കവാറും 1 മണി 2 മണിയൊക്കെ ആവും വണ്ടിയിലിങ്ങനെ പോകുമ്പോൾ. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പം ഭാര്യ വിളിക്കും, അല്ല നിങ്ങളെവിടെ എത്തി? ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എപ്പോഴാണ് വീട്ടിലേക്ക് എത്തുക? ഇന്ന സമയത്ത് എത്തും. ഏകദേശം ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്നാൽ ഞങ്ങൾ കിടക്കൂട്ടോ, നിങ്ങൾ വിളിച്ചാൽ മതി. ഓക്കെ, റെഡിയായി. അവർ കിടന്നു, ഞാൻ യാത്ര. ഒരു 11-11:30 ആകുമ്പോൾ ഒരു കോള് വരും എൻ്റെ ഫോണിലേക്ക്. അതാരുടെ ഫോണാണ് എന്ന് നോക്കാതെ തന്നെ ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്യും. 11:30 മണിക്കും എന്നെ വിളിക്കാൻ വേണ്ടി ഉറങ്ങാതെ ഈ ലോകത്ത് കാത്തിരിക്കുന്ന ഒരാളുണ്ടാവുള്ളൂ, എൻ്റെ ഉമ്മയാണ്. ഉമ്മ വിളിച്ചിട്ട് ഈ എവിടെ ഉള്ളത്? അപ്പോൾ ഞാൻ പറയും, ഉമ്മ ഞാനിങ്ങനെ തൃശ്ശൂർക്ക് പോവാണ്, കുന്നമംഗലം കഴിഞ്ഞിട്ടുണ്ട്, ഇനി അടുത്ത പെരുമിലാവ് എത്താറായിട്ടുണ്ട് എന്ന് പറയും. ഉമ്മക്ക് ഈ സ്ഥലമൊന്നും അറിയില്ല, എവിടെ അറിയില്ല. പക്ഷേ ഉമ്മ എന്നോട് ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്നാൽ നിൻ്റെ ശബ്ദമൊക്കെ വല്ലാതെ മാറിയിട്ടുണ്ടല്ലോ, നിനക്ക് പനിക്കുന്നുണ്ടോ? ഇല്ലമ്മ. നീ ഭക്ഷണം കഴിച്ചില്ലേ? ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം ഇല്ലമ്മ, ഉറക്കം വരില്ല, ശ്രദ്ധിച്ചു പോരണം കേട്ടോ. അങ്ങനെ ആ ഒരു വാക്കിൻ്റെ ബലത്തിൽ ഞാനിങ്ങനെ സഞ്ചരിക്കും. അങ്ങനെ ഞാനൊരു 3 മണിക്കോ അതിന് മുമ്പൊക്കെ ആയിട്ട് വീട്ടിലെത്തിയിട്ട് ഞാൻ കിടക്കും. ഞാൻ കിടന്നാൽ സുബൈക്ക് എൻ്റെ ഫോണിലേക്ക് ആദ്യം വരുന്ന കോള് ആരുടെ ഫോണാണ് എന്ന് നോക്കാതെ എനിക്കെടുക്കാം. അതാരുടെ ഫോണേക്കാരെന്നറിയോ? ഉമ്മയ്ക്കാരൻ. ഈ എപ്പോഴെത്തിയത്? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇന്നിപ്പോൾ അങ്ങനെ വിളിക്കാൻ എനിക്ക് ആരുമില്ല, എൻ്റെ ഉമ്മ മരിച്ചുപോയി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയൊക്കെ വില എപ്പോഴാണ്? ഒരു ദിവസം അവരില്ലാതാവും. ഒരു ദിവസം അവർ ഇല്ലാതാകുമ്പോൾ ഈ ലോകത്ത് ഉമ്മ എന്ന് വിളിക്കുമ്പോൾ എന്തോ ഒന്ന് വിളി കേൾക്കാൻ ഒരാളില്ലാത്ത ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ സത്യത്തിലാണ് അന്നാണ് നമ്മൾ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും വില എത്ര ഉണ്ടെന്ന് ശരിക്കും മനസ്സിലാക്കുക. അതൊരു കൊച്ചുകുട്ടിയാവണ്ട, ഒരു 95 വയസ്സായ ഒരു മനുഷ്യനും ഉമ്മ എന്ന്. ഇപ്പം ഇതാ എൻ്റെ മുമ്പിലിരിക്കുന്ന മക്കളൊക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് തലക്കൊരു ഏറ് കിട്ടിയെന്ന് വിചാരിക്കുക. തല പൊട്ടി ചോരയൊലിക്കുമ്പോൾ ആ മുറിവ് പൊത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ആദ്യം വിളിക്കുന്ന പേര് ആരെ പേരേക്കാരം? ഉമ്മ നെയ്ക്കാരല്ലേ?
അത് കേൾക്കാത്ത ഒരു ഉമ്മ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. പക്ഷെ അത് കേൾക്കാൻ ഒരു ഉമ്മ ഇല്ലല്ലോ എന്ന തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കുന്ന സങ്കടം ചെറുതല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ എൻ്റെ വിഷയത്തിൻ്റെ ഭാഗമല്ലാതെ എന്നാൽ ഭാഗമായിക്കൊണ്ട് എൻ്റെ മക്കളോട് പറയട്ടെ, ഉമ്മയും ബാപ്പയും നമ്മൾ കാരണം അവരുടെ കണ്ണുകൾ നിറയരുത്, നമ്മൾ കാരണം അവരുടെ ഹൃദയം മുറിപ്പെടരുത്. എൻ്റെ വിഷയമല്ല, പക്ഷെ ഒരു കാര്യം കൂടി ചേർത്ത് പറയട്ടെ. ഞാൻ ഈ അടുത്ത ദിവസം ഞാനൊരു സങ്കടകരമായൊരു വാർത്ത കേട്ട്, എന്നെ ഏറെ പരിചയമുള്ള ഒരാൾ, അദ്ദേഹം ജയിലിലാണ്. ഞാൻ അത്ഭുതപ്പെട്ടു, അദ്ദേഹം ജയിലിലാവുക. അദ്ദേഹം എങ്ങനെ ജയിലിലാവുക? ഒരു വേണ്ടാത്തരം ചെയ്യാത്ത ആളാണ്, അദ്ദേഹം എങ്ങനെ ജയിലിലാവുക? എന്താ നിങ്ങൾ, രാത്രി അദ്ദേഹവും ഭാര്യയും നിസ്കരിക്കാൻ വേണ്ടി, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോന്നപ്പോൾ ചെറിയ മോള് വന്ന് പറഞ്ഞത്രേ, ഇത്താത്താനെ കാണാനില്ല. താത്ത പറഞ്ഞ ആ ചെറിയ കുട്ടീൻ്റെ മൂത്ത താത്ത, റൂമിലുണ്ടായിരുന്ന താത്താനെ കാണാനില്ല. താത്ത എവിടെ പോയത്? അവിടെ ഉണ്ടാവും, ബാത്റൂമിലുണ്ടാവും. ഒക്കെ വിളിച്ച് തിരഞ്ഞപ്പോഴൊന്നും താത്താനെ കാണാനില്ല. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അടുക്കള വാതിലൂടെ ഇത്താത്ത ഉള്ളിലേക്ക് വന്ന്, എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ സംശയമായി. അവസാനം വീട്ടിലെ ഈ CC ക്യാമറ പരിശോധിച്ചപ്പോൾ ഇത്താത്ത മുറ്റത്തേക്ക് ഇറങ്ങുന്നതും ഒരുത്തൻ്റെ ബൈക്കിൽ കയറി ആ ബൈക്കിൽ പോകുന്നതും CC ക്യാമറയിലുണ്ട്. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഒരാൾ അറിയാൻ പറ്റുമോ? കല്യാണപ്രായമായ പെൺകുട്ടിയല്ലേ. എന്തായാലും ഈ ബാപ്പക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. ബാപ്പ നന്നായിട്ട് 4 കൊടുത്ത് മോൾക്ക്, കാരണം ഒരു ബാപ്പക്ക് സഹിക്കാൻ പറ്റില്ലല്ലേ. പക്ഷേ ആ മോള് രാവിലെ എന്ത് ചെയ്തോ, ഇറങ്ങിയിട്ട് ആ ഇറങ്ങിപ്പോയ ചെക്കനെയും കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു, എൻ്റെ ബാപ്പ എന്നെ അടിച്ചു എന്ന്. അതിൻ്റെ പേരിൽ ജാമ്യം കിട്ടിയത് 3 ദിവസം. പോലീസ് സ്റ്റേഷനിൽ ആ ബാപ്പക്ക് ജാമ്യം കിട്ടിയതേ 3 ദിവസം കഴിഞ്ഞിട്ടാണ്. 3 ദിവസം ആ ബാപ്പ ജയിലിൽ കിടന്നു. എന്തിനാ കിടന്നറിയോ? മക്കളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ കാരണത്താൽ, നമ്മൾ കാരണത്താൽ നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുകൾ നിറയാതിരിക്കട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ ദീർഘകാലം സന്തോഷത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇതിൻ്റെ വിഷയം, നമ്മൾ ഇരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് എത്ര 10-700ഓളം കുട്ടികൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കുക. മരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. മരിച്ചു കഴിഞ്ഞാൽ താങ്ങിപ്പിടിച്ച് കൊണ്ടുപോയിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് പരിശോധിക്കും, എന്താ ഡോക്ടറെ മരിച്ച്. അപ്പോൾ ചിലപ്പോൾ ഡോക്ടർ പറയും അറ്റാക്കാണ്, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണം പറയും. മരിക്കാനൊരു കാരണമൊന്നും വേണ്ട, മരിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ കാരണം അന്വേഷിക്കുന്നത്. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലെ ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കുക. ആ ആള് നിങ്ങൾ ഓരോരുത്തരും അവനവനാണ് ആ മരിച്ചതെന്ന് വിചാരിക്കുക, വേറെ ആരും വിചാരിക്കേണ്ട. അവനവൻ വിചാരിക്കുക ഈ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് കുഴഞ്ഞു വീണ് താഴേക്ക് വീണ് മരിച്ചത് നമ്മൾ ഒരാളാണ്, ഞാനാണ് എന്ന് വിചാരിക്കുക. എന്നാൽ എന്താ സംഭവിക്കുക? പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഞാനിങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ പേര്, ആ കുട്ടിയുടെ പേരെന്താ? പേരിന്നതാ. ഓൻ്റെ വീട് എവിടെ? ഇന്ന സ്ഥലത്താ. ഓൻ്റെ രക്ഷിതാക്കളുടെ നമ്പർ ഉണ്ടോ? ആ നമ്പർ ഉണ്ട്. ആ നമ്പറിലൊന്ന് വിളിക്കാം. എന്താ വിളിച്ചിട്ട് പറയാം? നിങ്ങളുടെ കുട്ടി മരിച്ചു പറയാൻ പറ്റുമോ? പറ്റുമല്ലോ. ആ നമ്പറിൽ വിളിച്ചിട്ട് പറയും, നിങ്ങളുടെ മോന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട്, ഒരു അസുഖം ഉണ്ടായിട്ട് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ടോ, പറ്റുകയാണെങ്കിൽ നിങ്ങൾ വേഗം ഇന്ന ആശുപത്രിയിലേക്ക് വരണം കേട്ടോ എന്ന് പറയും. ആ മാതാപിതാക്കൾ ആ ആശുപത്രിക്ക് വരും. ആശുപത്രിക്ക് വരുമ്പോഴേ ആശുപത്രിയുടെ മുമ്പിലെ ആളുകളുടെ മുഖവും മൗനവും ഒക്കെ കാണുമ്പോൾ അവർക്ക് എന്തോ സംഗതി അപകടകരമാണ് എന്ന് ബോധ്യമാവും. ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ടും ബാപ്പ പിന്നാലെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ബേജാറാവണ്ട, സമാധാനിപ്പിച്ചുകൊണ്ട് ബാപ്പയും റൂമിലേക്ക് വരുമ്പോൾ ഡോക്ടർ 2 ആളെയും വിളിക്കും, വരും, നിങ്ങൾ ഉമ്മയാണോ ഉപ്പയാണോ ഇരുത്തിയിട്ട് പറയും, മനുഷ്യനാണ്, മനുഷ്യനായാൽ എന്തായാലും ഒരു ദിവസം മരിച്ചേ പറ്റൂ, നിങ്ങളുടെ കുട്ടി മരിച്ചിട്ടുണ്ട്. അതൊരു പ്രഖ്യാപനം. അതറിയുന്നതോടുകൂടി നമ്മുടെ മാതാപിതാക്കളുടെ അവസ്ഥകളൊന്ന് ആലോചിച്ചോക്കാണ്. പോട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മയ്യത്ത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകും. ഇപ്പം എത്രയും സമയം നിങ്ങൾ? ഇപ്പം സമയം 1 മണിയായി. 1 മണിയല്ലേ? ഇപ്പോൾ നമ്മുടെ മയ്യത്ത് നമ്മുടെ വീട്ടിലെത്തിയാൽ നമ്മുടെ അയൽപ്പക്കത്തും നമ്മുടെ ബാപ്പാൻ്റെയും കുടുംബത്തിൻ്റെ ഒക്കെ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വന്നിട്ട് അവരൊക്കെ പാടെ കൂടി ഒരു തീരുമാനം എടുക്കും. എന്താ തീരുമാനം? ചെറിയ കുട്ടിയാണ്, മരിക്കാനായിട്ടില്ല, ഇപ്പം തന്നെ മരണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റൂല, ഏറ്റവും നല്ല ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കണം, എത്ര പണം കൊടുത്താലും വേണ്ടിയില്ല, ജീവൻ തിരിച്ചു കൊടുക്കണം. ഇതാണോ ചർച്ച? ഇതല്ലല്ലോ ചർച്ച. മരിച്ചിട്ടുണ്ട്. ഇനി ചർച്ച എന്താണെന്നറിയോ? എപ്പോഴാണ് മയ്യത്ത് മറവ് ചെയ്യുക? ഇന്നലെ വരെ, ഇന്ന് രാവിലെ വരെ, ഇന്ന് 12 മണി വരെ, ഇന്ന് 1 മണി വരെ സന്തോഷത്തോടുകൂടി മാതാപിതാക്കളുടെ പ്രിയപ്പെട്ട കുട്ടിയായി ജീവിച്ച നമ്മുടെ മയ്യത്ത് എപ്പോഴാണ് മറവ് ചെയ്യുക എന്ന് ആരാണ് ആലോചിക്കുന്നത്? നമ്മുടെ വീട്ടുകാരും ബന്ധുക്കളും. എന്നിട്ട് നിങ്ങൾക്കറിയോ, ആ മയ്യത്ത് ഇപ്പോൾ 1 മണിക്കാണ് മരിച്ചതെങ്കിൽ ആ മയ്യത്ത് എപ്പോൾ മറവ് ചെയ്യും നിങ്ങൾക്കറിയോ?
സാധാരണഗതിയിലാണെങ്കിൽ ബാപ്പ ഗൾഫിൽ നിന്ന് വരാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ ബന്ധുക്കളൊക്കെ വിദേശത്തൊക്കെ ഉള്ളതാണെങ്കിൽ, അതല്ലാത്ത സാധാരണ മാതാപിതാക്കളൊക്കെ നാട്ടിലുള്ള ഒരു കുട്ടിയാണ് മരിച്ചതെങ്കിൽ സത്യമായിട്ടും ഇന്ന് 6 മണിക്ക് മുമ്പ് ആ മയ്യത്ത് പള്ളിയിലേക്ക് എടുത്ത് ഖബർസ്ഥാനിലെത്തും. നാളെ രാവിലത്തേക്ക് പാത്തു വെക്കൂല. ഒരു ഉമ്മയും കരയില്ല. എൻ്റെ മോളാണ്, എൻ്റെ മോനാണ്, ചെറുതാണ്, കണ്ട് കൊതി തീർന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് കണ്ട് കൊതി തീരും വരെ ഒരു 4 ദിവസമെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട കുട്ടിയുടെ മയ്യത്ത് ഈ വീട്ടിൻ്റെ ഉള്ളിൽ കിടത്തണമെന്ന് ഒരു ബാപ്പയും വാശി പിടിക്കൂല, ഒരു ഉമ്മയും വാശി പിടിക്കൂല. 5 മണിക്ക് ആ മയ്യത്തുമായിട്ട് ജനക്കൂട്ടം പടിയിറങ്ങുമ്പോൾ നെഞ്ച് പറിച്ചെടുക്കുന്ന വേദനയിൽ വാതിൽക്കൽ തേങ്ങിക്കരഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും ഉണ്ടായേക്കാം. എന്തായിരുന്നാലും 5 മണി 6 മണിയോടുകൂടി ആ മയ്യത്ത് ഖബറിലേക്ക് മാറ്റപ്പെടും. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത, ഇത്ര കാലം ജീവിച്ചേക്കുമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ഒരു സാധന നമ്മുടെ ജീവിതം. ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കണേ, അല്ല മക്കളെ, നിങ്ങളുടെ ജനന തീയതി എന്നാണ്, നിങ്ങൾ എന്നാണ് ജനിച്ചത് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ മുഴുവൻ കുട്ടികളും ഒറ്റയടിക്ക് പറയും. ഞാൻ പറയും 4/4/1973 എൻ്റെ ജനന തീയതി. 4/4/1973 ഞാൻ ജനിച്ച്. നിങ്ങളൊക്കെ ജനിച്ച തീയതി ഉണ്ടാവും. പക്ഷേ ഞാൻ നിങ്ങളോട് രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിക്കുക. അല്ല മക്കളെ, ഈ ഭൂമിയിലെ നമ്മുടെ അവസാനത്തെ ദിവസം ഏതായിരിക്കും? ഈ ആകെ 7 ദിവസമല്ലേ? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഈ 7 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ജീവൻ അവസാനിക്കും. നിങ്ങൾ ഈ ആൺകുട്ടികളൊക്കെ സാധാരണ ഖബർ ഈ മയ്യത്ത് മറവ് ചെയ്യുന്ന ഖബർസ്ഥാന് കാണാൻ പോകലില്ലേ? പെൺകുട്ടികൾ സാധാരണ പോകലുണ്ടാവില്ല. ആൺകുട്ടികളൊക്കെ പല മയ്യത്തിൻ്റെ കൂടെയും ആ ഖബർസ്ഥാനിൽ എത്തിയിട്ടുണ്ടാവാം. ആ ഖബർസ്ഥാനിലെത്തിയാൽ നമ്മൾ കാണുന്ന കാഴ്ചയുണ്ട്. നമ്മുടെ നാട്ടിൽ ഖബറുകളുടെ 2 ഭാഗത്തും ഓരോ കല്ല് വെക്കും. എന്താണ് ആ കല്ലിന് പേര് പറയാ? മീസാൻ കല്ല് എന്ന പേരിൽ 2 കല്ല് ഇങ്ങനെ വെക്കും. അതിന് മതപരമായിട്ട് വലിയ അടിസ്ഥാനമൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ 2 കല്ല് 2 ഭാഗത്ത്, ചില ആളുകളൊക്കെ മാർബിൾ കൊത്തിയെടുത്തിട്ടോ ഗ്രാനൈറ്റ് കൊണ്ടോ, ചില ആളുകൾ നല്ല കൊത്തി ശില്പം പോലെ ഉണ്ടാക്കിയ കല്ലോ, ചില ആൾക്കാർ സാധാരണ കല്ലുകളൊക്കെ 2 ഭാഗത്ത് വെക്കും. അതിൻ്റെ അർത്ഥം ഈ 2 കല്ലുകൾക്കിടയിൽ ഒരു ഖബറുണ്ട് എന്ന്, അത്രേ അതിൻ്റെ അർത്ഥമുള്ളൂ. ചില ഖബറുകൾ 7 അടി വലിപ്പമുണ്ടാവും. 7 അടി. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഖബറിന്റെ ഉള്ളിലുള്ള ആള് 7 അടി വലിപ്പമുള്ള വലിയൊരു മനുഷ്യനാണ്. വലിയൊരു മനുഷ്യൻ മരിച്ചിട്ട് അയാളുടെ മയ്യത്താണ് അവിടെ മറവ് ചെയ്തത്. ചില ഖബറുകൾ തമ്മിൽ, ചില ഖബറുകളുടെ കല്ലുകൾ തമ്മിൽ 1 മുഴം അകലമേ ഉള്ളൂ. ഇത്ര. അതിന്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഉള്ളിലുള്ളത് ഒരു ചെറിയ കുട്ടിയുടെ മയ്യത്താണ്. ജനിച്ചപ്പോഴേ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ചോ പുറത്തു വെച്ചോ ജനിച്ചപ്പോഴേ മരിച്ച ഒരു കുട്ടിയുടെ മയ്യത്താണ് ആ ഖബറിന്റെ ഉള്ളിലുള്ളത് എന്ന് ആ ഖബറിലെ മീസാൻ കല്ലുകൾ തമ്മിലുള്ള അകലങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവും. ഒരു ഖബർസ്ഥാനിലേക്ക് ഇറങ്ങിയാൽ 7 അടി വലിപ്പം, 6 അടി, 5 അടി, 4 അടി, 3 അടി, 2 അടി, 1 അടി വരെ വലിപ്പമുള്ള ഖബറുകൾ എന്ന് പറഞ്ഞാൽ മരണത്തിന് പ്രായവ്യത്യാസമില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് എപ്പോഴും അത് കടന്നു വന്നേക്കാം. സമയമല്ല, സ്ഥലമില്ല. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. എന്താ നിങ്ങള് എന്താ വാക്കറിയോ? ഇപ്പൊ നമുക്ക് സാധാരണ ഇപ്പൊ ഇരിക്കണ ഇരുത്തത്തിൽ നമുക്കൊക്കെ ഒരാൾക്ക് നെഞ്ചുവേദന മതി. ഒരു നെഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഒരു വേദന, നമ്മളെന്താ പറയുക? അടുത്തിരിക്കുന്ന കുട്ടിയോട് പറയും, എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വേദന ഉണ്ട് കേട്ടോ. ആ കുട്ടി ഇവിടുത്തെ വളണ്ടിയറോടൊന്ന് പറയും, ഓൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വേദന ഉണ്ടല്ലോ. വളണ്ടിയർമാർ വന്നിട്ട് ആ കുട്ടിയെ പുറത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഫാനിൻ്റെ അടുത്തൊക്കെ ഇരുത്തിയിട്ട് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ടൊന്ന് വിശ്രമിക്കാൻ പറയും. എന്നിട്ട് ചോദിക്കും, ഇപ്പോഴും വേദന ഉണ്ടോ? അപ്പോഴും വേദന ഉണ്ട്. അപ്പോഴേക്ക് വണ്ടി വന്ന് തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ആ ആശുപത്രിയിലെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയാണ്, അതെ നിങ്ങൾ വേഗം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളി, ഇത്തിരി കോംപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിൽ അപ്പൊ പറയും, അതിനേക്കാൾ നല്ല ഡോക്ടർ അപ്പുറത്ത് വേറെ ഹോസ്പിറ്റലുണ്ട്. അപ്പൊ നമ്മൾ ആളുകളൊക്കെ വിളിച്ചിട്ട് ഏറ്റവും നല്ല ഡോക്ടർമാരെ ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ആശുപത്രിയുടെ ICU ഓപ്പറേഷൻ തിയേറ്ററൊക്കെ സജ്ജമാക്കി റെഡിയാക്കി നിൽക്കുക. എന്തിനാണ്? മരിക്കാതിരിക്കാൻ. മരിക്കാതിരിക്കൂലല്ലോ. നമ്മുടെ സൃഷ്ടാവ് പടച്ച തമ്പുരാൻ നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ഒരു സെക്കൻഡിന്റെ കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്.
ആ സെക്കൻഡ് എത്തിയാൽ ആ മനുഷ്യൻ മരിച്ചിരിക്കും. ഒരു സെക്കൻഡ് നീട്ടാനോ ഒരു സെക്കൻഡ് കുറക്കാനോ ഒരു മനുഷ്യനും സാധ്യമല്ല. ഖുൽ ഇന്നൽ മൗതൽ, അല്ലാഹു തആല പറയുന്നത് വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. സമയമെത്തിയാൽ ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുവാൻ ഒരാൾക്കും സാധ്യമല്ല. നോക്കിങ്ങൾ, മനുഷ്യന്മാർ എത്രങ്ങാനും വളർന്നില്ലേ? ചന്ദ്രനിൽ പോകാനും ചൊവ്വയിൽ പോകാനും ചക്രവാളത്തിന്റെ അപ്പുറത്തേക്ക് പോകാനുമൊക്കെയുള്ള കഴിവുകൾ മനുഷ്യൻ നേടിയെടുത്തു. പക്ഷേ ഇപ്പോഴും മരണമെന്ന ആ സത്യത്തിൽ നിന്ന് ഒരാളെയെങ്കിലും പിന്തിരിപ്പിച്ച് മാറ്റി നിർത്താൻ ഒരു മനുഷ്യനും സാധിച്ചിട്ടില്ലല്ലോ. കോടീശ്വരന്മാരായ ആൾക്കാർ മരിക്കണ്, ആയിരക്കണക്കിന് ആളുകൾ, ഫാൻസുകളായിട്ടുള്ള സെലിബ്രിറ്റികളായ ആളുകൾ മരിക്കുന്നു, ലോകത്തില് അധികാരങ്ങൾ കൈയാളുന്ന ഭരണാധികാരികൾ മരിക്കുന്നു, എല്ലാവരും മരിക്കും. ഖുൽ, അല്ലാഹു തആല ഖുർആനിൽ പറയണേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എന്താ അതിന്റെ അർത്ഥം? ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുന്ന. ഞങ്ങളുടെ നാട്ടിലെ ഈ പ്രാവശ്യം നമ്മൾ ഈ വർഷക്കാലത്ത് വലിയ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി. 100-300 ആളുകൾ മരണപ്പെട്ടു. എവിടെ? ഏത് ജില്ലയിലായിരുന്നു? വയനാട് ജില്ലയിലെ മേപ്പാടിക്കടുത്ത്. എന്നാൽ 2 വർഷം മുമ്പുണ്ടായ ഇതേപോലത്തെ ഒരു വലിയ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും ഒരുപാട് ആളുകൾ മരിച്ചത് ഞങ്ങളുടെ നാട്ടിലായിരുന്നു. നിങ്ങൾ കേട്ടിരിക്കും, പോത്തുകല്ല് മുണ്ടേരിയൊക്കെ പ്രദേശത്ത് കവളപ്പാറ എന്ന സ്ഥലത്ത് മണ്ണിടിഞ്ഞു വീണ് ഒരുപാട് ആളുകൾ മരിച്ചു. അങ്ങനെ ഒരു കുന്നിൻ്റെ മുകൾ ഭാഗം കണ്ട് ഇടിഞ്ഞിട്ട് ആ മണ്ണ് താഴേക്ക് കുത്തിയിറങ്ങി വന്ന് താഴെ ഉണ്ടായിരുന്ന വീടുകളിൽ രാത്രി കിടന്നുറങ്ങുന്ന ഒരുപാട് മനുഷ്യന്മാരായി ഉള്ളിൽപ്പെട്ടത്. അങ്ങനെ വലിയ JCB കൊണ്ടുവന്നിട്ടേ ആ മണ്ണിങ്ങനെ നീക്കുക, അതിൻ്റെ ഉള്ളിലുള്ള മയ്യത്തുകൾ പുറത്തെടുക്കാൻ വേണ്ടി JCBകൾ 10-30 JCBകൾ രാവും പകലും ആ മണ്ണിങ്ങനെ നീക്കി പണിയെടുക്കുമ്പോൾ ആ മണ്ണിൻ്റെ ഉള്ളിൽ നമ്മൾ ചില മയ്യത്തുകൾ കണ്ട്. ഒരു മയ്യത്ത് എങ്ങനെയാണ്? വീടിൻ്റെ ഉള്ളിൽ പായയിൽ അമ്മ കുട്ടിക്ക് പാല് കൊടുത്തുകൊണ്ട് ഉറങ്ങാണ്. ആ ചിത്രങ്ങളുടെ മനസ്സിലില്ലേ? ഒരമ്മ ചെരിഞ്ഞു കിടന്ന് തലയിണയിൽ കൈവച്ച് ചെരിഞ്ഞു കിടന്നുറങ്ങുക, അമ്മമ്മൻ്റെ സമീപത്ത് അമ്മയുടെ മുലക്കണ്ണുകൾ വായിൽ വെച്ച് പാല് കുടിച്ചുകൊണ്ട് അമ്മയോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന കുട്ടി, അമ്മയുടെ ഒരു കൈ ആ കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ആ കുട്ടിയുടെ കാല് അമ്മയുടെ ശരീരത്തിലേക്ക് കൊളത്തി വെച്ചിട്ടുണ്ട്. അതാണ് ചിത്രം അല്ലേ? നോക്കൂ നിങ്ങൾ, മണ്ണ് നീക്കി വന്നപ്പോൾ മണ്ണിൻ്റെ ഉള്ളിൽ അങ്ങനെ കിടക്കുന്നു ഒരമ്മയും കുഞ്ഞും. ആ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് അമ്മയുടെ മുലക്കണ്ണ് ഒന്ന് മാറിയിട്ട് പോലുമില്ല. എന്താ ഒന്ന് നെട്ടിത്തിരിയാൻ പോലും സമയം കിട്ടാത്ത വിധം സെക്കൻഡുകൾക്കുള്ളിലാണ് ആ വീടുകൾക്കുള്ളിലേക്ക് മരണത്തിൻ്റെ സന്ദേശവുമായി ആ ചളിയും മണ്ണും പാറക്കല്ലുകളും ഒലിച്ചു വന്നത്. ഇത്രയുള്ളൂ മക്കളെ. ഏത് സമയത്തും എവിടെ വെച്ചും ഏതവസരത്തിലും എങ്ങനെയും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ച സമയമാകുമ്പോൾ അത് സംഭവിക്കും. 2 ദിവസം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഉമ്മാരനെ വല്യമ്മയാണ്. ആ വല്യമ്മ സങ്കടപ്പെട്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞു, കുട്ടിക്ക് തീരെ സുഖല്ല ഉസ്താദെ, കുട്ടിക്ക് മഞ്ഞപ്പിത്തം കൂടി ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഡോക്ടർമാർ ഇത്തിരി ക്രിട്ടിക്കലാന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സ്ഥാപനത്തിലെ കുട്ടികളൊക്കെ ചേർന്ന് എൻ്റെ മോൾക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ആ ഉമ്മ സങ്കടപ്പെട്ടാ പറഞ്ഞ്, ആ കുട്ടിക്ക് 14 വയസ്സായിട്ടുള്ളൂ. 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയാണ് ഈ മരണശയ്യയിൽ കിടക്കുന്നത്. ഒരു കുടുംബത്തിന്റെ സങ്കടത്തിലേക്കാരല്ലേ. അതുകൊണ്ട് വല്യമ്മ വിളിച്ചു പറഞ്ഞു, ഉസ്താദെ പ്രാർത്ഥിക്കണം കേട്ടോ. ഞങ്ങളുടെ മക്കളൊക്കെ കൂടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, എന്നാൽ നമ്മുടെ ആ മകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഇന്നലെ രാവിലെ സുബൈക്ക് ഞാൻ എണീക്കും മുമ്പ് എൻ്റെ ഫോണിലേക്ക് വന്ന കോള് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോളായിരുന്നു. ഉസ്താദെ ആ കുട്ടി പോയിട്ടോ, ആ കുട്ടി പോയി, ആ കുട്ടി മരിച്ചു നടത്തും. അത് കഴിഞ്ഞ് ഇത്തിരി കഴിഞ്ഞ് ആ വല്യമ്മ വാക്കുകൾ പറയാൻ കഴിയാതെ സങ്കടത്തോടു കൂടി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ നമ്മുടെ പ്രാർത്ഥനകളൊന്നും ഫലം കണ്ടില്ല, എൻ്റെ മോള് പോയിട്ടോ. ഞാൻ പറഞ്ഞു, പ്രാർത്ഥനകൾ ഫലം കണ്ടില്ല എന്ന് പറയരുത്. നമ്മൾ പ്രാർത്ഥിച്ചത് അള്ളാഹു കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അതിൻ്റെ ഫലം അള്ളാഹു തരും. മരണപ്പെട്ടു പോയ നമ്മുടെ മോൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും ചെയ്തു കൊടുക്കട്ടെ, അവളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ആ ഫോണ് താഴെ വെച്ചു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ എൻ്റെ വിഷയത്തിൻ്റെ കാതലായ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അതായത് ഈ ലോകത്ത് ജനിച്ച ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ സംഗതി ഏതാ?
ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ല മക്കളെ, നിങ്ങളൊക്കെ പഠിച്ചിട്ട് അങ്ങനെ ഡിഗ്രിയൊക്കെ പാസ്സായിട്ട് നിങ്ങളൊക്കെ അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ ഒക്കെ ഉപരിപഠനത്തിന് വേണ്ടി പോകുമോ? പറയാൻ പറ്റില്ല. അത് അപ്പോഴല്ലേ, ചിലപ്പോൾ പോകും. അല്ല, നിങ്ങൾ ഗൾഫിലേക്ക് ജോലിക്ക് വേണ്ടി പോകുമോ? അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല ഉസ്താദെ, ചിലപ്പോൾ പോയേക്കാം. നിങ്ങൾ നാട്ടിൽ തന്നെ ഇവിടെ തന്നെ നിൽക്കാനാണോ തീരുമാനം? നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യവും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ അവസാനത്തെ എൻ്റെ ചോദ്യം എന്താ അറിയോ? അല്ല മക്കളെ, നിങ്ങളൊക്കെ മരിക്കുവോ? എന്താ നിങ്ങൾ പറയാ? ചിലപ്പോൾ മരിക്കുവേ. കാരണം അതൊന്നും ഇപ്പം പറയാൻ പറ്റൂല എന്നാണോ മറുപടി? അല്ലല്ലോ. നമ്മൾ മരിക്കുമെന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഉറപ്പായ, തർക്കമില്ലാത്ത, സംശയമില്ലാത്ത സംഗതിയാണ്. നമ്മൾ മരിച്ചിരിക്കുമെന്നത്. അതുകൊണ്ട് തന്നെ മരിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർബന്ധമായ സംഗതിയാണ്. അത് നടന്നിരിക്കും. അത് മരുന്ന് കൊണ്ടോ ഡോക്ടർമാരെ കൊണ്ടോ ആശുപത്രികൾക്കോ ആർക്കും നമ്മുടെ മരണത്തെ ഒരു സെക്കൻഡ് മാറ്റിവെക്കാൻ പോലും പറ്റൂല. അത് നടന്നിരിക്കും. മാത്രല്ല, ഈ മരണം എന്ന സംഗതി ഉണ്ടല്ലോ, അതത്ര ഈസിയായ സംഗതിയല്ല. നിങ്ങളാരെങ്കിലൊക്കെ പല്ല് വേദന ഉണ്ടായിട്ട് നിങ്ങൾ ആരെങ്കിലും പല്ല് പറിച്ചിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ പോയിട്ട് പല്ല് പറിച്ച ഒരാളിനെ കൈ ഒന്നിച്ച് കുറേ കൈ പോട്ടെ, കുറേ പല്ലുകൾ പറിച്ചിട്ടുണ്ട്. അപ്പം ഈ പല്ല് പറിക്കും മുമ്പേ ഒരു മരുന്ന് കുത്തിവെച്ചിട്ട് ആ പല്ലിൻ്റെ ചുറ്റുഭാഗത്തും തരിപ്പിച്ച് കളയും ഡോക്ടർ. എന്തിനറിയോ? ആ പല്ല് പറിക്കുന്ന വേദന നമ്മൾ അറിയാതിരിക്കാൻ. ആരുടെയെങ്കിലും കാലിൻ്റെ നഖം കല്ലിലോ മറ്റോ ഒക്കെ കുത്തിയിട്ട് അവിടെ മുറിവുണ്ടായി നഖം പൊട്ടി പഴുത്തിട്ട് ആ നഖം പറിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് പറിക്കാൻ വേണ്ടി ആ നഖം ഡോക്ടറുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്ത ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ആ നഖം പറിക്കും മുമ്പ് ഡോക്ടർ എന്താ ചെയ്യുക? ആ നഖത്തിൻ്റെ ചുറ്റുഭാഗത്ത് ഇഞ്ചക്ഷനിലൂടെ ഒരു മരുന്ന് കുത്തിവെച്ച് അവിടെ തരിപ്പിച്ചെടുക്കും, നഖം പറിക്കുന്ന വേദന അറിയാതിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണം എന്ന് പറയുന്നത് പല്ലു പറിക്കും പോലെ, നഖം പറിക്കും പോലെയല്ല. നമ്മുടെ ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങളിൽ വേരാഴ്ത്തി നിൽക്കുന്ന നമ്മുടെ ജീവനെ വലിച്ച് പുറത്തേക്ക് എടുക്കുക. ഇതൊരു ചെറിയ സംഗതിയല്ല. നിങ്ങളാരെങ്കിലും കോഴിക്കടയിൽ കോഴി വാങ്ങാൻ പോയിട്ടുണ്ടോ? ആൺകുട്ടികൾ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ പെൺകുട്ടികൾ പോയേക്കും. നമ്മൾ ചെല്ലുമ്പോൾ കോഴിക്കടക്കാരൻ കോഴിനെ അറുത്തിട്ട് പുറത്തേക്ക് ഇടുക. കോഴിനെ അറുത്തിട്ടും ആ കോഴി ഇങ്ങനെ പെടഞ്ഞ് ആ കോഴിൻ്റെ ജീവൻ പോകുന്ന നോക്കട്ടെ. അതിൻ്റെ അവസാന ഘട്ടം തരങ്ങൾ ആ കോഴിൻ്റെ കാലിങ്ങനെ നിവർത്തി പിടിച്ചിട്ട് കാലിങ്ങനെ ബലം പിടിച്ച് പതുക്കെ ആ കാലിൻ്റെ ചലനം ഇങ്ങനെ അവസാനിച്ചിങ്ങനെ അത് പൂർണ്ണമാകുമ്പോൾ കടക്കാരന് മനസ്സിലായി കോഴിൻ്റെ ജീവൻ പോയി. പിന്നെ കാലൊക്കെ വെട്ടി തൂവലൊക്കെ പറിച്ച് കോഴിനെ പീസാക്കി നമുക്ക് തരും. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ആത്മാവിനെ നമ്മുടെ ശരീരത്തിൽ നിന്നും പിടിച്ചെടുക്കാൻ അല്ലാഹു തആല നിശ്ചയിച്ച മലക്കുകൾ നമ്മുടെ ആത്മാവിനെ പിടിച്ചെടുക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വല്ലാത്തൊരവസ്ഥയുണ്ട്. ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ആരാണ്? അഷ്റഫുൽ ഖൽഖ് എന്ന് നമ്മൾ വിളിക്കാറുള്ള ഒരാളില്ലേ? അതാരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അഷ്റഫുൽ ഖൽഖ് എന്ന വാക്കിന്റെ അർത്ഥം? അഷ്റഫ് എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാ. ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്ന കുട്ടിയൊക്കെ അറിയാം. അഷ്റഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായവനാ, അതിൻ്റെ മേലെ വേറൊന്നുമില്ല. ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിനാ. അപ്പൊ അള്ളാന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നനായി കിടക്കുമ്പോൾ വളരെ അസ്വസ്ഥതയാണ്. ആയിഷാ ബീവിയുടെ മടിയിലാണ്. തല അങ്ങോട്ട് വെക്കും, തല അങ്ങോട്ട് വെക്കും, കാലങ്ങോട്ട് വെക്കും, ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കും, അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും. ആകപ്പാടവരെ ഇടങ്ങേറ്. ഇത് കണ്ടപ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കണ പ്രവാചകന്റെ പൊന്നാറ മോള് ഫാത്തിമണ്ട്. ഫാത്തിമ ബീവിക്ക് ഭയങ്കര സങ്കടായി. എന്റെ വാപ്പാന്റെ ഇടങ്ങേറെ ഫാത്തിമ ബീവി കരഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മകളെ സമാധാനിപ്പിച്ചത് എങ്ങനെ അറിയോ? മോളെ, ഇന്നത്തെ ദിവസത്തോടു കൂടി ബാപ്പാന്റെ എല്ലാ ഇടങ്ങേറും തീരും. അതിന്റെ അർത്ഥം എന്താണ്? ഇന്ന് വാപ്പ മരിക്കും തന്നെയാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരണത്തിന്റെ തൊട്ടു മുമ്പ് നമ്മളോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ മറക്കരുത്. എന്താ പറഞ്ഞറിയോ? അലാ ഇന്നലിൽ മൗതി സകറാത്ത്. അലാ, എല്ലാവരും അറിയണം കേട്ടോ.
ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത ഒരു വിഭ്രാന്തി ഉണ്ട് അല്ലേ? നമ്മളൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ അമ്മയും ബാപ്പയൊക്കെ നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടി മലക്ക് വരുമ്പോഴേ നമ്മൾ തിരിച്ചറിയാണ് ഞാൻ മരിക്കാൻ പോവാണ്. നമ്മുടെ അമ്മ ഉണ്ട് ഇവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കണ്, പണ്ട് ഇവിടെ സങ്കടപ്പെട്ട് നിൽക്കണ്, നമ്മുടെ കുഞ്ഞനുജത്തി ഉണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന അനുജനുണ്ട്, നമ്മളെ നാട്ടുകാരും വീട്ടുകാരുണ്ട്, ഒക്കെ നിസ്സഹായരായി നിൽക്കെ നമ്മൾ തിരിച്ചറിയാണ് ദാ എൻ്റെ ജീവനെ കൊണ്ടുപോകാനുള്ള മലക്കാണ് വന്നു നിൽക്കുന്നത്, ആ മലക്ക് എന്നെയും കൊണ്ട് പോകും എന്നറിയുമ്പോൾ സങ്കടത്തിന്റെ, പ്രയാസത്തിന്റെ, പേടിയുടെ ഒരു വല്ലാത്ത അവസ്ഥയുണ്ട് സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ. അവിടെ തുടങ്ങും നമ്മുടെ ജീവിതത്തിന്റെ ഇതുവരെ ഈ ലോകത്ത് അനുഭവിച്ചതല്ല കേട്ടോ, മരണത്തോടുകൂടി നമ്മൾ അനുഭവിക്കുന്നത് വേറെ ഒരു അനുഭവങ്ങളാണ്. അവിടെ മുതലാണ് നമ്മുടെ ജീവിതം വല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുക. എന്തിനാണ് അള്ളാഹു നമുക്ക് മരണം നിശ്ചയിച്ചത്? നിങ്ങൾക്കറിയോ എന്തിനാ അള്ളാഹു നമ്മളെ മരിപ്പിക്കണേ? അതെ, അതിൻ്റെ കാരണം അള്ളാഹു പറഞ്ഞത്, നമ്മളെ അള്ളാഹു ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചത് എന്തിനാണ്? ഡോക്ടർ ആവാനോ, എഞ്ചിനീയർ ആവാനോ, അല്ലെങ്കിൽ പൈസക്കാരനാവാനോ, ബിസിനസ്സുകാരനാവാനോ? എന്തിനാ അള്ളാഹു നമ്മളെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത്? അള്ളാഹുവിനെ ആരാധിച്ചു ജീവിക്കാൻ, അള്ളാഹിന്റെ കൽപ്പനകൾ പാലിച്ചു ജീവിക്കാൻ, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചു ജീവിക്കാൻ. അങ്ങനെ ജീവിക്കുവാൻ വേണ്ടി അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന ഒരു സമയമുണ്ട്. ആ സമയം തീരുമ്പോഴാണ് നമ്മൾ മരിക്കുക. നിങ്ങളൊക്കെ പരീക്ഷ എഴുതാൻ വേണ്ടി പരീക്ഷാ ഹാളിൽ കയറിയാലേ, പരീക്ഷാ ഹാളിൽ 2 മണിക്കൂറാണ് പരീക്ഷയെങ്കിൽ 2 മണിക്കൂർ തീരുമ്പോൾ ഒരു കൂട്ട ബെല്ലടിക്കും. എന്തിനാണ് ബെല്ല്? പരീക്ഷ നിർത്തിയിട്ട് പേപ്പറൊക്കെ ഏൽപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം. നമ്മൾ എഴുതിയ ആ പേപ്പറിൽ എന്തൊക്കെ ശരിയുണ്ടോ അതിൻ്റെ മാർക്ക് നമുക്ക് കിട്ടും, തെറ്റുണ്ടോ അതും നമ്മൾ അറിയും അല്ലേ? അല്ലാഹു തആല നമ്മുടെ മരണം നിശ്ചയിച്ചതും അതിനും വേണ്ടി തന്നെയാണ്. നമുക്ക് അല്ലാഹു ഒരു ജീവിക്കാനുള്ള സമയം തന്ന് ആ സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മളോട് കൽപ്പിച്ച് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അല്ലാഹു നിശ്ചയിച്ച സമയം പൂർത്തിയാകുമ്പോൾ ഒരു ബെല്ല. മരണം എന്നത് നമ്മൾ ചില ആൾക്കാരൊക്കെ മനസ്സിലാക്കി എന്താ അറിയോ, മരണം എന്നത് ഒരു അവസാനാണ്. മരണമെന്ന അവസാനമല്ല. ഈ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളൊക്കെ, വലിയ മാനസിക പ്രയാസമുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യും, ചില വലിയ മനുഷ്യന്മാർ ആത്മഹത്യ ചെയ്യും. നല്ല വേദന, സാമ്പത്തികമായ പ്രയാസമുള്ള ആൾക്കാർ സ്വയം അവർ മരിക്കും. കെട്ടി തൂങ്ങിയിട്ടോ, വിഷം കഴിഞ്ഞിട്ടോ, ബ്ലേഡ് കൊണ്ട് നരമ്പൊക്കെ മുറിച്ചിട്ടോ, ബിൽഡിംഗ് വന്ന് ചാടിയിട്ടോ, എങ്ങനെയൊക്കെ മരിക്കും. മരിക്കുമ്പോൾ അവരെന്താ വിചാരിക്കുന്ന നിങ്ങൾ? അവർ വിചാരിക്കുന്നത് ഈ മരണത്തോടുകൂടി എൻ്റെ എല്ലാ പ്രയാസവും തീർന്നു, ഇനി ആരും പേടിക്കണ്ട, ഇനി ഒരു ഇടങ്ങേറുമില്ല, ഇനി കടമില്ല, രോഗമില്ല, ബുദ്ധിമുട്ടുമില്ല, വേദനയില്ല, മരണത്തോടുകൂടി ഒക്കെ തീരുന്ന അല്ലട്ടോ. സത്യത്തില് മരണത്തിന് മുമ്പുള്ള വേദന എന്ന് പറഞ്ഞാലേ അത് വലിയ വേദനയൊന്നുമില്ല, അത് കുറച്ച് മരുന്ന് കുടിച്ചാലൊക്കെ മാറും. പക്ഷേ മരണത്തിനു ശേഷമുള്ള വേദന ഉണ്ടല്ലോ, ആ വേദന നമുക്ക് താങ്ങാൻ കഴിയാത്ത വേദനയാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യന്മാരാരാണ്? ഞങ്ങളോട് ചോദിക്കുകയാണ്, ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യന്മാരാരാണ്? എന്താ ഉത്തരം പറയാ? നല്ല വിദ്യാഭ്യാസമുള്ളവര്, നല്ല പൈസ ഉള്ളവര്, നല്ല ജോലി കിട്ടിയോല്, അവരൊക്കെ അല്ല ബുദ്ധിയുള്ളവര്? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഈ ലോകത്ത് ബുദ്ധിയുടെ അടയാളം എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുക, മരണത്തിനു ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഇപ്പോഴേ ഒരുങ്ങി നിൽക്കുക. നിങ്ങളൊക്കെ ടൂറ് പോകാറില്ല? സ്കൂളിൽ നിന്ന് ടൂറ് പോകാറുണ്ട്. അപ്പം എങ്ങട്ടാ ടൂർ പോകണം? അപ്പം സാറ് പറയണേ, ഈ പ്രാവശ്യം നമ്മൾ ടൂർ പോണത് വിചിത്രമായ ഒരു സ്ഥലത്തേക്കാണ്, ഒരു മരുഭൂമിയിലേക്കാണ്. അവിടെ വെള്ളമില്ല, അവിടെ ഭക്ഷണമില്ല, ഒന്നുമില്ല, കടയില്ല, ഒന്നുമില്ല. നമ്മൾ ആ മരുഭൂമിയിലേക്കാണ് ടൂർ പോണത് എന്ന് സാറ് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഉമ്മാനോട് പറയും, ഉമ്മ കുറിത്തെ ടൂറേ ഒരു വേറെ വ്യത്യസ്തമായ ടൂറാ, ഞങ്ങൾ ചെന്നിറങ്ങുന്ന സ്ഥലത്ത് ഒന്നുമില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നും കിട്ടൂല, വാങ്ങാനും കിട്ടൂല. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള വെള്ളവും ഞങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ നേരത്തെ പൊതിഞ്ഞ് റെഡിയാക്കി തരണം കേട്ടോ, ഇല്ലെങ്കിൽ അവിടെ പോയാൽ പട്ടിണി കിടന്ന് മരിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിയുള്ള കുട്ടികൾ ആ വെള്ളവും ഭക്ഷണവും കൊണ്ട് ആ മരുഭൂമിയിലേക്ക് പോകൂ. എന്നാൽ ചില ബുദ്ധിയില്ലാത്തവരുണ്ടാവും,
ഓല അതെന്താപ്പോ, അതൊന്നും പ്രശ്നമല്ല, അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വെള്ളക്കുപ്പിയില്ല, ഭക്ഷണമല്ല, ഒന്നുമില്ലാതെ അവരിങ്ങനെ ഒരു ക്യാമറയും കൊണ്ട് ആണ് മരുഭൂമിക്ക് ഇറങ്ങിയാലേ എന്താവുക, നിങ്ങൾ പട്ടിണി കടന്ന് ജീവിതത്തിന്റെ ദുരിതം പോലും മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും ഏത് സമയത്തും മരിച്ചേക്കാം. ആ മരണത്തിനു ശേഷം നമ്മൾ പട്ടിണി കിടക്കാൻ പാടില്ല. ആ മരണത്തിന് ശേഷം നമ്മൾ വേദനിക്കാൻ പാടില്ല. ആ മരണത്തിന് ശേഷം നമ്മൾ ഭയപ്പെടാൻ പാടില്ല. അതിനെന്താ വേണ്ടത്? മരണത്തിനു മുമ്പേ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം. ചില കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം. എങ്കിൽ മരണത്തിന് ശേഷം സന്തോഷകരമായ, തൃപ്തികരമായ, മനോഹരമായ ഒരു ജീവിതം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അല്ല, അതൊന്നും ചെയ്യാതെ തോന്നിയതുപോലെ എന്തൊക്കെയോ ചെയ്ത് ജീവിച്ചാൽ മരണത്തിനു ശേഷം നമ്മളെ കാത്തിരിക്കുന്നത് ഏറ്റവും ദുരിതപൂർണമായ ജീവിതം. നരകത്തില് നിങ്ങൾ കേട്ടിരിക്കും, സ്വർഗവും നരകമൊക്കെ. നരകത്തിൽ ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും ചെറിയ ശിക്ഷ, അഥവാ നമ്മൾ ചെയ്ത ഒരു ചെറിയ തെറ്റിന് നരകത്തിൽ ലഭിക്കുന്ന ശിക്ഷ എന്താ? പ്രവാചകൻ പഠിപ്പിച്ചെന്താ? കാലില് അള്ളാഹു ഒരു ചെരുപ്പിട്ടിരുന്ന ആ ചെരുപ്പിന്റെ സുഗന്ധങ്ങൾ, ആ ചെരുപ്പിന്റെ ചൂട് കൊണ്ട് നമ്മുടെ ശരീരം മുഴുവനും വെന്ത് തലച്ചോറിങ്ങനെ തിളച്ച് ആവിങ്ങനെ പുറത്തേക്ക് പോകത്രേ. ആ ജാതി ചൂടുള്ള ഒരു ചെരുപ്പ് നമ്മുടെ കാലിൽ അണിയിക്കലാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കത് താങ്ങാൻ പറ്റുമോ? ഒരു മെഴുകുതിരി നാളത്തിന്റെ ചൂട് പോലും താങ്ങാൻ കഴിയാത്ത നമുക്കെങ്ങനെയാണ് ഈ നരകത്തിലെ ഭീകരമായ ചൂട് താങ്ങാൻ പറ്റുക? അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടേ, നരകത്തിലെ ആൾക്കാർ ദാഹിച്ച് കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന ഒരു വെള്ളമുണ്ട്. നിങ്ങളൊക്കെ ഈ റോഡ് നന്നാക്കുമ്പോൾ റോട്ടിൽ ഒഴിക്കുന്ന കറുത്തൊരു സാധനം കണ്ടില്ല നിങ്ങൾ? എന്താ അതിൻ്റെ പേര്? ടാറ്. കറുത്ത് കട്ടയായിട്ട് ഒരു വല്ലാത്ത സാധനമാണ്. ആ ടാറ് പോലത്തെ ഉരുക്കിയ കട്ടയായ കറുത്ത നിറമുള്ള തിളച്ച് മറിയുന്ന ഒരു പാനീയമാണത്രേ അവർക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുക. അത് വായിലേക്ക് ഒഴിച്ചാൽ അത് കടന്നു പോകുന്ന വഴിയിലുള്ള ആന്തരിക അവയവങ്ങൾ മുഴുവനും ഉരുകിപ്പോകുമത്രേ. അത്രയും ചൂടുള്ള തിളച്ച ഒരു, അതുപോലെ വിശന്ന് ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ, തിന്നാൻ എന്തെങ്കിലും തരുമോ എന്ന് പടച്ച റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞു പറയുമ്പോൾ ഒരു മരത്തിന്റെ ഇല, സ്വർഗത്തിലുള്ള നരകത്തിലുള്ള ആ നരകത്തിന്റെ ചൂടിലും വാടാതെ നിൽക്കുന്ന നരകത്തിലെ ഒരു മരമുണ്ട്. ആ മരത്തിന്റെ ഇല, ആ ഇലയുടെ പ്രത്യേക നിറങ്ങൾ, ആ ഇല മുഴുവനും മുള്ളുകൾ കൊണ്ട് പൊതിയപ്പെട്ടതാ. ആ ഇല വായിലേക്ക് വെച്ചാൽ ചവക്കുന്ന സമയത്ത് അവന്റെ വായില്, പല്ലില്, മോണയില്, നാവില് ആ മുള്ളുകൾ തറച്ചു കയറി അവന്റെ വായയിൽ ചോര നിറഞ്ഞു പോകുന്ന ആ വെള്ളം കുടിച്ചാൽ അവന്റെ ദാഹവും മാറൂല, ആ ഭക്ഷണം കഴിച്ചാൽ അവന്റെ വിശപ്പും മാറൂല. വല്ലാത്ത ഒരു ദുരിതത്തിന്റെ അവന്റെ തലയിലൂടെ ഒരു വെള്ളം അല്ലാഹു തആല ഒഴിച്ചു കൊടുക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ വെള്ളം തലയിലൂടെ ഒഴിച്ചാൽ ശരീരത്തിന്റെ ഉള്ളിലൂടെ താഴേക്ക് ഇറങ്ങി ശരീരത്തിന്റെ ആന്തരികാവയവങ്ങളെ മുഴുവനും ഉരുക്കിക്കളഞ്ഞ് അവന്റെ കാലിന്റെ മടമ്പിന്റെ ഭാഗത്തുകൂടി ആ വെള്ളം പുറത്തേക്ക് പോകുമെന്ന് വിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, മനസ്സിന്റെ ഉള്ളിൽ കുറിച്ചു വെച്ചോളണം, എൻ്റെ ജീവിതത്തിൽ ആ നരകത്തിലേക്ക് എന്നെ വലിച്ചെറിയുന്ന ഒരു കാര്യവും ചെറുതാവട്ടെ വലുതാവട്ടെ ഞാൻ ചെയ്യുകയില്ല എന്ന് നമ്മുടെ മനസ്സിൽ കുറിച്ചു വെക്കണം. അതോടൊപ്പം എപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവണം, വഖിനാ അദാബന്നാർ, പടച്ചോനെ ആ നരകത്തിന്റെ ഭീകരതയിൽ നിന്ന് ഞങ്ങളെ കാത്തോളണേ എന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. കൂട്ടരെ, സ്വർഗം അതൊരു വല്ലാത്ത സംഗതിയാട്ടോ. ലോകത്ത് നമ്മൾ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടില്ലേ? പക്ഷേ സ്വർഗത്തോളം മനോഹരമായ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ തണല്, ആ തണലിലൂടെ നമ്മൾ നടന്നാലേ 400 കൊല്ലം നടന്നാലും തീരാത്ത അത്രയും ദീർഘമായ തണലുകൾ, പുഴയോരങ്ങൾ, ആ പച്ചപിടിച്ച മണലാരണ്യങ്ങൾ, പച്ചപിടിച്ച പുഴയോരങ്ങളിൽ അവിടെ നമുക്ക് ഇരിക്കുവാൻ സോഫകളുണ്ട്. ആ സോഫകൾ നിർമ്മിച്ചിരിക്കുന്നത് സ്വർണത്തിന്റെ നൂലുകൾ കൊണ്ടാണ്. സ്വർഗമെന്നത് നമ്മുടെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാനാവാത്ത ലോക. പ്രിയപ്പെട്ട മക്കളെ, ആ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തണം.
നരകത്തിൻ്റെ ചൂടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. അതിനുവേണ്ടി നമ്മുടെ മുമ്പിലുള്ളത് കുറച്ച് സമയ. ആ സമയത്താ ഇപ്പം നമ്മളുള്ളത്. നമ്മുടെ സമയം എപ്പോഴാണ് തീരാന്നറിയില്ല, എപ്പോഴാണ് നമ്മുടെ പരീക്ഷ അവസാനിക്കുക എന്നറിയില്ല. മരണത്തിൻ്റെ മണി മുഴങ്ങിക്കഴിഞ്ഞാൽ ആർക്കും നമ്മളെ തടഞ്ഞു വെക്കാനാവുകയില്ല. ഖബറിലേക്ക്, പള്ളിപ്പറമ്പിലേക്ക് നമ്മൾ മാറ്റപ്പെടും. അതിനു മുമ്പായി നമ്മുടെ ജീവിതത്തെ ഒന്ന് മനോഹരമാക്കിയെടുക്കാൻ നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച പടച്ച തമ്പുരാൻ നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങളൊക്കെ പുതിയ കാലത്ത് ജീവിക്കുന്ന മക്കളാണ്. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ വേവലാതിയുണ്ട്. നിങ്ങൾക്ക് ഭക്ഷണം തരാനില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിത്തരാൻ പണമില്ലാഞ്ഞിട്ടല്ല. ഞങ്ങളുടെ വേവലാതി നിങ്ങളുടെ മനസ്സുകളിലേക്ക് ചില വിഷങ്ങൾ കുത്തിവെക്കാൻ നിങ്ങളുടെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട്. മതമില്ല, പടച്ചോനുമില്ല, പ്രവാചകനുമില്ല, പരലോകമില്ല, നരകമില്ല, സ്വർഗമില്ല. അതൊക്കെ വെറുതെ പറയാണ്. അതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ ജീവിച്ചോളി, സുഖിച്ച് ജീവിച്ചോളി, ആസ്വദിച്ച് ജീവിച്ചോളി. പെണ്ണും ലഹരിയും സിനിമയും തോന്നിവാസങ്ങളും ഒക്കെയായിട്ട് ജീവിതം ത്രസിപ്പിച്ചോളിൻ എന്ന് പറയാൻ നിങ്ങളുടെ കൂടെ ആളുകളുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഇത്തിരി ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. ഈ നമ്മളെ ഗാന്ധിജി ആരായിരുന്നു? ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ്. എങ്ങനെയാണ് ഗാന്ധിജി രാഷ്ട്രപിതാവായത്? ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ അഡ്വക്കറ്റ് ആവാൻ വേണ്ടി പഠിച്ച് ഏറ്റവും നല്ല വരുമാനമുള്ള ഒരു വക്കീലായിട്ട് ജീവിക്കാമായിരുന്ന അദ്ദേഹം അതൊക്കെ ഒഴിവാക്കി ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാലിൽ ചെരുപ്പില്ലാതെ ഫക്കീറായി, പട്ടിണിക്കാരനായി, വസ്ത്രങ്ങളില്ലാതെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ആളാണ് ഗാന്ധിജി. ആ ഗാന്ധിജിയെ കൊന്നതാരാ? ആരാ കൊന്നാടാ? നിങ്ങളെ കൊന്നേ അല്ല, പിന്നെ ആരാ കൊന്നേ? നാഥുറാം വിനായക് ഗോഡ്സെയാണ് കൊന്നത്. ഒരൊറ്റ വെടിക്ക ആ സാധു മനുഷ്യനെ കൊന്നേ. മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമെങ്കിൽ ഒരു ജീവിതം മുഴുവനും ഈ ഒരു രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു മരിച്ചുപോയ ഗാന്ധിജിയും ആ ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെയും ഒരേപോലെയാണെങ്കിൽ ഈ ലോകത്ത് നന്മ തിന്മകൾക്ക് എന്താ പ്രസക്തിയുള്ളത്? അതുകൊണ്ട് എൻ്റെ മക്കൾ മനസ്സിലാക്കണം, ഈ ലോകം എന്നത് ഒരു പരീക്ഷാ ഹാളാണ്. ആ പരീക്ഷാ ഹാളിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കണേ. നമ്മൾ നന്മ ചെയ്യുന്നുണ്ടോ, നമ്മൾ തിന്മ ചെയ്യുന്നുണ്ടോ, പടച്ചോൻ ശരിക്ക് നോക്കുന്നുണ്ട് എന്നല്ല, അത് ശരിക്ക് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഒരു പുസ്തകത്തിൽ. ഇപ്പം ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ചില ആളുകളൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, ചിലരൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട്, ചിലരൊന്നും കേൾക്കുന്നില്ല, ഉറങ്ങുകയാണ്. ചില ആൾക്കാർ വർത്താനം പറയാണ്, ചില ആളുകൾ മൊബൈൽ ഫോണുകളിലാണ്, പല ജാതി ആളുകളുണ്ട്. പക്ഷേ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നമ്മളെ എല്ലാവരെയും കാണുന്നുണ്ട്. നമ്മളെന്താ ചെയ്യണത്, നമ്മളെന്താ പറയണത്, നമ്മളെന്താ ചിന്തിക്കണത്, അതൊക്കെ പടച്ച റബ്ബ് കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് അല്ലേ? അള്ളാഹു തആല പഠിപ്പിച്ചത്, 2 മലക്കുകൾ നിങ്ങളുടെ കൂടെ ഇല്ലാതെ നിങ്ങളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ അള്ളാഹു 2 മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അവർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് മക്കള് എപ്പോഴും ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞ് നമുക്ക് പടച്ചോൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോണ്ടേ? ആ മടങ്ങിപ്പോകുമ്പോൾ നല്ല നിലക്ക് മടങ്ങിപ്പോകാൻ അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചതുപോലെ, അവിടുത്തെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഒരു നല്ല ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാവുക. നരകത്തെ പേടിക്കുക, സ്വർഗത്തെ ആഗ്രഹിക്കുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പരമാവധി പരിശ്രമിക്കുക. സ്വർഗം കിട്ടാൻ വേണ്ടി രാവും പകലും നമ്മളാൽ കഴിയുന്ന നന്മകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭീകരമായ ശിക്ഷയിൽ നിന്ന് അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അനശ്വരമായ സ്വർഗത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.